പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് മൾട്ടി ഡിവൈസ് സപ്പോർട്ട്. നമുക്ക് നേരത്തെ തന്നെ വാട്സപ്പ് വെബ് എന്ന് പറയുന്നൊരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് നമ്മുടെ വാട്സപ്പ് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ, അല്ലെങ്കിൽ ഐപാഡ്, അങ്ങനെ മറ്റ് ഡിവൈസുകളിൽ, വേറൊരു കമ്പ്യൂട്ടറിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഒരു സാധ്യത വാട്സപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാട്സപ്പ് വെബ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുന്നു. ദെൻ അതിനുശേഷം അവിടെ QR കോഡ് സ്കാൻ ചെയ്ത് കൊടുക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് വാട്സപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫീച്ചറാണ് വാട്സപ്പ് വെബ് എന്ന് പറയുന്നത്. അതായത് മൊബൈലിലുള്ള അതേ വാട്സപ്പ് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ് വെബ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ദെൻ അതിനുശേഷം നമ്മളവിടെ എന്ത് ചെയ്യും, QR കോഡ് സ്കാൻ ചെയ്യുന്നു. ആ രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വാട്സപ്പ് കണക്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിനൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, നമ്മുടെ ഫോണിൽ നെറ്റ് കണക്റ്റഡ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഡേറ്റ ഇല്ല, ഫോൺ ഓഫാണ് എങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറുമായി വാട്സപ്പിനെ കണക്ട് ചെയ്യാൻ സാധിക്കില്ല. യുവർ ഫോൺ ഈസ് നോട്ട് കണക്റ്റഡ് എന്നൊരു മെസ്സേജ് ആയിരിക്കും നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഫോൺ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഫോണിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാട്സപ്പ് വെബ് യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം, അതിലുപരി കൂടുതൽ ഡിവൈസുകളിൽ അറ്റ് എ ടൈം നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കാം എന്നാണ് പുതിയ അപ്ഡേറ്റിൻ്റെ പ്രത്യേകത. ഇതിലൂടെ നമുക്ക് ഏതാണ്ട് 4 ഡിവൈസുകളിൽ നമ്മുടെ വാട്സപ്പ് ഒരു സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു തവണ നമ്മൾ ലിങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ വാട്സപ്പ് ഉള്ള ഫോൺ നെറ്റ് കണക്റ്റഡ് അല്ല എങ്കിലും, ഇനി നമ്മുടെ ഫോൺ ഓഫ് ആണെങ്കിൽ പോലും ഈ പറയുന്ന മറ്റ് ഡിവൈസുകൾ വാട്സപ്പ് വെബിൽ, അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റ് 3 ഡിവൈസുകളിലും എന്താണ്, നമുക്ക് വാട്സപ്പ് പൂർണ്ണമായും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് യൂസ്ഫുൾ ആകുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്ക് വീട്ടിലൊരു ഡെസ്ക്ടോപ്പിൽ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ആ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ ഈ മൊബൈൽ ഫോണാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മൊബൈലിൽ ഉപയോഗിക്കാം, വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്കിത് ഐപാഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഡിവൈസിലോ, എങ്ങനെയെങ്കിലും 4 ഡിവൈസിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫോൺ ഓഫ് ആയാലും കുഴപ്പമില്ല. ഇനി നമ്മുടെ ഫോണിനൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്സപ്പ് യൂസ് ചെയ്യാം. കാരണം ഡെസ്ക്ടോപ്പിൽ ഇത് ലോഗിൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഫോൺ ഓൺ ആവണമെന്ന് നിർബന്ധമില്ല എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇത് നിലവിൽ വന്നിരിക്കുന്നത് വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ സാധാരണ യൂസേഴ്സിനും ഈ ഒരു അപ്ഡേറ്റ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ കമ്പ്യൂട്ടറിൽ നമുക്ക് വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണിനെ ലിങ്ക് ചെയ്യാനായിട്ട് അവിടെ വാട്സപ്പ് വെബ് എന്നായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ലിങ്ക് എ ഡിവൈസ് എന്നാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ലിങ്ക് എ ഡിവൈസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ QR കോഡ് റീഡറാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മൾട്ടി ഡിവൈസ് എന്ന പുതിയൊരു ഓപ്ഷൻ ബീറ്റ വെർഷൻ വന്നിട്ടുണ്ട്. അത് നമുക്കും ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പല ഡിവൈസുകളിൽ ലോഗിൻ ചെയ്ത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ, ഇതൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇത് ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരത്തെ ലോഗ് ഔട്ട് ഓപ്ഷൻ വാട്സപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് കാണാൻ സാധിക്കും. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണുമായിട്ട്, നമ്മുടെ വാട്സപ്പുമായിട്ട് ലിങ്ക് ചെയ്ത ഡിവൈസുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഗൂഗിൾ ക്രോമിൽ ഇത് ലോഗിൻ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ലോഗ് ഔട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അൺലിങ്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൂടി വാട്സപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നിലധികം ഡിവൈസുകളിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് പലപ്പോഴും എല്ലാവർക്കും ആവശ്യമായി വരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുക എന്നുള്ളത്. കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വർക്കുകൾ അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ വാട്സപ്പ് ആപ്പ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴെല്ലാം മൊബൈൽ ഫോൺ അടുത്തുണ്ടാവണം. എന്നല്ല, അതിൽ നെറ്റ് കണക്ഷൻ ഉണ്ടാവണം, അത് ഓണായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഇനിയൊരു പ്രശ്നമല്ല. നമുക്ക് ഫ്രീ ആയിട്ട് വാട്സപ്പ് വെബ് യൂസ് ചെയ്യാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ വാട്സപ്പ് വെബ് യൂസ് ചെയ്യാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടേതല്ലാത്ത ഡിവൈസുകളിൽ എപ്പോഴെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലോഗൗട്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് നമ്മുടെ വാട്സപ്പിൻ്റെ സെക്യൂരിറ്റി നല്ലത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായി എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.